പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ മൂലമുണ്ടായ നഷ്ടം ഈടാക്കാനുള്ള ജപ്തി നടപടി നാളെ വൈകുന്നേരത്തിനകം പൂർത്തിയാക്കാൻ നിർദ്ദേശം. ജില്ലാ കളക്ടർമാർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യത്തിലാണ് നടപടി വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഹൈക്കോടതിയിൽ നിന്ന് നിരവധി തവണ കോടതിക്ക് തിരിച്ചടിയേൽക്കുന്ന സാഹചര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാക്കി. ഏറ്റവും ഒടുവിൽ 15-നകം പൂർത്തിയാക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉറപ്പു നൽകിയിട്ട് അതും പാലിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷവും കോടതി രൂക്ഷമായ ഭാഷയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തുടർന്നാണ് ഇങ്ങനെ ഒരു നീക്കം. എന്താണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം? എത്ര വേഗം ഈ നടപടികൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്? രേണുക, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ റവന്യൂ റിക്കവറി നടപടികൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശവുമായി ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി.വി. അനുപമ ജില്ലാ കളക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഹൈക്കോടതി തന്നെ വരുന്ന തിങ്കളാഴ്ചക്കകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജപ്തി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് കൈമാറണമെന്ന അന്ത്യശാസനമാണ് കഴിഞ്ഞ ദിവസം സർക്കാരിന് നൽകിയിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഓരോ ജില്ല തിരിച്ചുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്കുകളും കണ്ടുകെട്ടേണ്ട വ്യക്തികളെ കുറിച്ചുള്ള കണ്ടുകെട്ടുമായി ബന്ധപ്പെട്ട വിവരമെല്ലാം നേരത്തെ തന്നെ നൽകിയിട്ടുമുണ്ട്. ആ റിപ്പോർട്ട് ലഭ്യമായതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർമാർക്ക് നാളെ വൈകുന്നേരത്തിനകം ഈ നടപടികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ജപ്തി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ കണ്ടുകെട്ടുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ അത് കൃത്യമായി ലേലം ചെയ്യണമെന്നും ഈ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശത്തിൽ കൃത്യമായ പരാമർശമുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ സർക്കാരിന് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതിനു മുന്നോടിയായി തിടുക്കത്തിൽ തന്നെ നോട്ടീസ് പോലും നൽകാതെ ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്ത്. കോടതി ഇനി ഇത് തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച സംഭവിച്ച സാഹചര്യത്തിൽ ഇനി നോട്ടീസ് നൽകേണ്ട എന്ന ഒരു നിർദ്ദേശം നൽകിയതാണോ സർക്കാരിനെ ഇപ്പോൾ പ്രവർത്തികൾ കൂടുതൽ എളുപ്പത്തിലാക്കുന്നത്? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, കാരണം സർക്കാർ ഒരു വേട്ടയാടൽ നടത്തുകയാണ് എന്നൊരു പ്രതിച്ഛായ ഉണ്ടാകുക അത് സർക്കാരിന് രാഷ്ട്രീയമായി തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഈ കോടതിയുടെ ഒരു ഇടപെടലിന് വേണ്ടി കാത്തിരുന്നത് എന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും. കാരണം നടപടികളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞ ഡിസംബർ അവസാന വാരം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിരുന്നുവെങ്കിലും കൃത്യമായി കണ്ടുകെട്ടുന്ന കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കാതിരുന്നത് കോടതിയുടെ ഒരു ഇടപെടൽ കൂടി വന്നതിന് ശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുന്ന കടുത്ത നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് കൊണ്ടാണ്. എന്തായാലും കഴിഞ്ഞ ആഴ്ച സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അന്ത്യശാസനം വന്ന പശ്ചാത്തലത്തിലാണ് നോട്ടീസ് പോലും നൽകാതെ ഈ ജപ്തി നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കുന്ന നിർണായകമായ ഒരു നടപടിയിലേക്ക് സർക്കാർ തന്നെ കടക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തിടുക്കപ്പെട്ടുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പല കുറി സർക്കാർ വൈകിപ്പിച്ച നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ജീവൻ വെച്ചിരിക്കുന്നത്.